ക്രിസ്തുവിന്റെ അടർക്കളത്തിൽ 50 സംവത്സരങ്ങൾ പോരാടിയ കർമ്മധീരനായ പോരാളി, അക്ഷരങ്ങളെടുത്ത് അനായാസമായി അമ്മാനമാടിയ ഗദ്യകാരൻ, പ്രഭാഷകൻ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി. 50 സംവത്സരങ്ങൾ പ്രേക്ഷിത സബര്യ നിർവഹിച്ചതിന്റെ അനുസ്മരണാർത്ഥം കേരളത്തിലെ 50 വേദികളിൽ അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അത്തരം ഒരു പ്രഭാഷണ വേദിയിൽ ഉയർന്ന വാഗ്ധോരണി AV വിഷ്വൽ മിനിസ്ട്രി അവതരിപ്പിക്കുന്നു. എങ്ങും സുഖസമൃദ്ധിയുടെ പരിഷ്കാരങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും പിന്നെയും മനുഷ്യഹൃദയത്തിൽ എന്തോ ശൂന്യത അനുഭവപ്പെടുകയാണ്. സമാധാനമറ്റ മനുഷ്യൻ സമാധാനവും സന്തോഷവും തേടി പരക്കം പായുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ശാശ്വത സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. കണ്ണുകൾ തുറക്കാൻ, ചെവികൾ തുറക്കാൻ, ഹൃദയം തുറക്കാൻ ഇരുളിൽ തെളിയുന്ന പ്രകാശബിന്ദു ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പ്രസംഗിക്കുന്നു. ചരിത്രത്തിൽ ഏകദേശം 2000 ആണ്ടുകൾ കൊണ്ട് അവനിയുടെ എല്ലാ കോണുകളിലും, അഖില ഭാഷകളിലും, അഖില ജനവിഭാഗങ്ങളിലും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന ഏക വിഷയമാണ് സുവിശേഷം. 2000 ആണ്ടുകൾക്ക് ഇപ്പുറം ലോകത്തിൽ ഉണ്ടായിട്ടുള്ള യാതൊരുവിധ ചിന്താഗതികൾക്കും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് ചിന്തിപ്പിക്കുവാൻ ലോകത്തെയും കാലത്തെയും പ്രേരിപ്പിച്ച കാലം കണ്ട കരുത്തേറിയ സന്ദേശമാണ് സുവിശേഷം. പാലിലെ മനുഷ്യനെ പരത്തിലേക്ക് നയിക്കുവാൻ പരമതയും ആസൂത്രണം ചെയ്ത പവിത്ര പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന് ആധാരമായിരിക്കുന്നത് പവിത്രവാക്യ സംഹിത വിശുദ്ധ ബൈബിളാണ്. ബൈബിളിനെ പ്രഥമത ഞാൻ നിങ്ങൾക്ക് ഏതാനും വാക്കുകളിൽ പരിചയപ്പെടുത്തുന്നു. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഓരോ മതത്തിനും അവരവരുടേതായ മതസംഹിതകളുണ്ട്. ഇന്ത്യയിൽ ആര്യന്മാർക്ക് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, സ്മൃതികൾ, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ ഏറെയുണ്ട്. പാഴ്സികൾക്കൊരു മതഗ്രന്ഥമുണ്ട്, സന്ത് അവസ്ഥ എന്നാണ് അതിന്റെ പേര്. ബുദ്ധമതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ത്രിപിടകം എന്നറിയപ്പെടുന്നു. സിഖ് മതത്തിനൊരു മതഗ്രന്ഥമുണ്ട്, ഗ്രന്ഥസാഹിബ് എന്നറിയപ്പെടുന്നു. ഇങ്ങനെ ഇസ്ലാമിനൊരു മതഗ്രന്ഥമുണ്ട്, ഖുർആൻ എന്നാണ് അതിന്റെ പേര്. എങ്കിലും ലോകത്തിലെമ്പാടും തിരുവെഴുത്തെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ പുസ്തകമേയുള്ളൂ, അതാണ് ബൈബിൾ. പണ്ഡിതന്മാർ, പാമരന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, ശാസ്ത്രിമാർ, പുരോഹിതന്മാർ, ആട്ടിടയന്മാർ, മുഖുവന്മാർ, ഇങ്ങനെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഉദ്യാനം, മരുഭൂമി, കാരാഗ്രഹം, ദ്വീപസമൂഹം എന്നീ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സുമാർ 1600 വർഷത്തെ കാലദൈർഘ്യത്തിനിൽ എഴുതിച്ചേർത്തതാണ് ബൈബിൾ എന്ന് വരികിലും ആദ്യയോട് അന്തം പരിശോധിച്ചാൽ ഒരെഴുത്തുകാരൻ ഒരിരിപ്പിലിരുന്ന് ഒരേ സമയത്ത് എഴുതിയെന്ന് തോന്നുമാറ് ഈ പുസ്തകം തമ്മിൽ ഇണക്കപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളില്ല. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകത്തെ പരിശോധിക്കാത്ത പണ്ഡിതന്മാരില്ല. ഈ പുസ്തകത്തെ വിമർശിക്കാത്ത വിമർശകന്മാരില്ല. ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെടാത്ത ഭാഷകളില്ല. ഈ പുസ്തകം എത്തിച്ചേരാത്ത രാജ്യങ്ങളില്ല. ഈ പുസ്തകത്തെ നശിപ്പിക്കുവാൻ വാളും തീയും സാമ്രാജ്യങ്ങളും സമ്രാട്ടുകളും അവിശ്രമം പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അതിജീവിച്ചുകൊണ്ട് 1000-10,000 അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാഹിത്യ വിശേഷമാണ് ബൈബിൾ. വിശ്വസാഹിത്യ നഭോമണ്ഡലത്തിൽ അത്യുജ്വല താരമായി ശോഭിക്കുന്ന ഈ അനുപമ ഗ്രന്ഥത്തിന്റെ അതുല്യ പ്രഭാവത്തിന് മുമ്പിൽ വിശ്വസാഹിത്യം ഒന്നടങ്കം നിസ്സേദമായി ഭവിക്കുന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികൾ ഉറക്കമുണർന്നു. ഈ പുസ്തകം എവിടെയെല്ലാം എത്തിയോ
അവിടെയെല്ലാം മാനവരാശി വിമോചനത്തിന് ശംഖനാദം കേട്ടു. ഈ മുസ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം മതങ്ങൾ കുടിച്ച കുഴിമാടങ്ങളിൽ ഉറങ്ങിക്കിടന്ന മനുഷ്യവർഗത്തെ അത് വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ മുസ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ജനകോടികൾ വെളിച്ചത്തിന്റെ കതിരുകൾ കണ്ടു. ഈ മുസ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം അടിമകൾ എല്ലാം മോചിതരായി തീർന്നു. ചുരുക്കത്തിൽ ഈ പുസ്തകം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ജനകോടികളിലും അഭൂതപൂർവമായ മാറ്റം വരുത്തിക്കൊണ്ട് കാലത്തിലൂടെ ജൈത്രയാത്ര ചെയ്യുന്ന കാലം കണ്ട കരുത്തേറിയ സാങ്കേതിക വിശേഷം. ഈ പുസ്തകത്തിന് അവദാനങ്ങൾ അനവധിയുണ്ടെങ്കിലും അവയെല്ലാം അക്കമിട്ട് പറയുവാൻ സമയപരിമിതി കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. ബൈബിൾ ഒരു സാർവജനീന സാഹിത്യമാണ്. എന്തുകൊണ്ട് ബൈബിളിനെ സാർവജനീന സാഹിത്യം എന്ന് വിളിക്കുന്നു? ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ സാർവജനീനമാണ്. കേവലം കടലും മലയും കൊണ്ട് അതിരിച്ച ഒരു ഭൂഭാഗത്തിന്റെ കഥ പറയുന്ന കുട്ടിപ്പുസ്തകമല്ല ബൈബിൾ. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ആകെ ചരിത്രം പറയുന്ന, ജനകോടികൾ ചരിത്രം പറയുന്ന അനുഗ്രഹീതമായ സാർവലൗകിക സാഹിത്യം. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ മനുഷ്യൻ എങ്ങനെയുണ്ടായി, ഇവിടെ ജാതികൾ എങ്ങനെയുണ്ടായി, ഭാഷകൾ എങ്ങനെയുണ്ടായി, ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ സാമ്രാജ്യങ്ങൾ എങ്ങനെയുണ്ടായി, സംസ്കാരങ്ങൾ എങ്ങനെയുണ്ടായി ഇത്യാദി കാര്യങ്ങൾ അറിയണമെങ്കിൽ ബൈബിൾ തന്നെ വായിക്കണം. ചുരുക്കത്തിൽ ലോക ചരിത്രത്തെ നാമുഖ കുറിപ്പായി വിരാജിക്കുന്ന അനുഗ്രഹീതമായ സാങ്കേതിക വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. ബൈബിൾ കേവലം ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ ഒരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഈ പുസ്തകത്തെ കുറിച്ചോ ഈ പുസ്തകത്തിൽ നിന്നോ പ്രസംഗിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് ബൈബിൾ ഒരു മതഗ്രന്ഥമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ബൈബിൾ എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിൽ വരുന്നത് ഇതൊരു മതഗ്രന്ഥം എന്നുള്ളതാണ്. അല്ല, മറിച്ചാണ്. ഈ പുസ്തകത്തിന് അവദാനങ്ങൾ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ കഴിയും. ഈ പുസ്തകത്തെ വെല്ലുവിളിച്ച ആളുകൾ വളരെയേറെയുണ്ട്. അത്തരം വെല്ലുവിളികളെല്ലാം ബൈബിൾ സംഘർഷം സ്വാഗതം ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ എത്രയോ മതഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഉണ്ടെങ്കിലും ബൈബിൾ പോലെ വെല്ലുവിളിക്കപ്പെട്ട മറ്റൊരു സാഹിത്യം ഇന്നയോളം ഉണ്ടായിട്ടില്ല. ഈ പുസ്തകത്തിനെതിരെ പറഞ്ഞിട്ടുള്ള ആളുകൾ സാധാരണക്കാരല്ല. നമ്മളിവിടെ സാധാരണ കേട്ടുവരുന്ന കുറെ പേരുകളുണ്ട്. ഐരൂർ ജോൺസൺ, ദേവസിക്കുട്ടി, പവനൻ എന്നൊക്കെ പറയുന്ന കുറെ ആളുകൾ. അതുപോലുള്ള ചോട്ടകളല്ല ബൈബിളിനെ വിമർശിച്ചിട്ടുള്ളത്. ബൈബിളിനെ വിമർശിച്ചിട്ടുള്ളതെല്ലാം ലോകതലത്തിൽ അറിയപ്പെടുന്ന ബുദ്ധിരാക്ഷസന്മാരായ യുക്തിവാദത്തിന്റെ അതുല്യ ആചാര്യന്മാരായപ്പെടുന്ന നിരീശ്വരവാസി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വ്യക്തമായിരുന്ന ഇംഗർസോൾ, വോൾട്ടയർ, പെയിൻ, തോമസ് പെയിൻ തുടങ്ങിയുള്ള ആളുകൾ ബൈബിളിനെ വെല്ലുവിളിച്ചവരാണ്. പക്ഷേ ബൈബിൾ ഒരിക്കലും വെല്ലുവിളിയെ ഭയപ്പെടാറില്ല. എല്ലാ വെല്ലുവിളികളെയും സംഘർഷം സ്വാഗതം ചെയ്ത് എത് നിരൂപണത്തിന് ചക്കിലിട്ട് ചതച്ചരഞ്ഞ് ചാറില്ലാത്ത ചണ്ടിയാക്കി പുറത്തെടുത്ത് ചരിത്രത്തിന്റെ ചൂട്ടയിൽ വലിച്ചെറിഞ്ഞ് ചരിത്രം ചമച്ച് ചരിത്രത്തിലൂടെ പുരോഗമിക്കുന്ന ചരിത്രം കണ്ട സമുജ്വലമായ സാഹിത്യമാണ് ബൈബിൾ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആര്യന്മാരുടെ മതഗ്രന്ഥങ്ങളായി വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും വിമർശിച്ചാൽ അതിന്റെ സംരക്ഷണകർത്താക്കളായി ഇതിലെ നടക്കുന്ന ആളുകൾ അവർ കത്തികൊണ്ടായിരിക്കും മറുപടി പറയുന്നത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുർആനെ വിമർശിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള തീവ്രവാദി മുസ്ലിങ്ങളും അത് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഗ്രന്ഥസാഹിബിനെ വിമർശിച്ചാൽ ഏതെങ്കിലും ഒരു സിഖുകാരൻ ഇവിടെ നിന്ന് കേൾക്കുന്നെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കൃപാണം എന്റെ കഴുത്തിലേക്ക് പ്രയോഗിച്ച് കൃപ കൂടാതെ എന്നെ കൃപാനന്തപുരിയിലേക്ക് പറഞ്ഞേക്കുമെന്നുള്ളത് അറിയുന്ന സത്യമാണ്. എന്നാൽ ബൈബിളിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളികളെ ഒന്നും ബൈബിൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ തിരിച്ചാക്രമിക്കാറുമില്ല. സായുധമായ സമരത്തിന്റെയും ആക്രമണത്തിന്റെയും മാർഗമല്ലാത്തത് കൊണ്ട് ബൈബിളിനെ ഞങ്ങൾ തമ്മിൽ അവതരിപ്പിക്കുന്നത് അനാക്രമണത്തിന്റെ, അഹിംസയുടെ, ആധ്യാത്മികതയുടെ അനുഗ്രഹീതമായിരിക്കുന്ന ഏറ്റവും ഗ്രഹീതമായിരിക്കുന്ന പുസ്തകം ബൈബിൾ. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് വരിക. ബൈബിളിനെ സംബന്ധിച്ച് അനേക വെല്ലുവിളികൾ 1, 2, 3, 4 എന്നക്കമിട്ട് പറയാം. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ പലപ്പോഴും ഉന്നയിച്ച 3-4 കാര്യങ്ങൾ. ഒന്ന്, ബൈബിൾ തികച്ചും അശാസ്ത്രീയമാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന നിച്ച ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന ഡയറക്ടർ M.M. അക്ബർ, അദ്ദേഹം കേരളത്തിൽ ഉടനീളം ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തി. അവിടെയെല്ലാം ക്രൈസ്തവരെ വെല്ലുവിളിച്ചു. ബൈബിളിനെ കുറിച്ച് വളരെയേറെ അദ്ദേഹം ആക്ഷേപിക്കുകയുണ്ടായി. ബൈബിൾ അശാസ്ത്രീയമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. മാത്രമല്ല ബൈബിളിന്റെ ദൈവീകത, ചരിത്രപരത എന്നൊക്കെ പറഞ്ഞ് അക്ബർ വളരെയേറെ വെല്ലുവിളി മുഴക്കി. പെരുമ്പാവൂരുള്ള ക്രൈസ്തവർ എന്നെ വിളിച്ച് ചോദിച്ചു, മറുപടി പറയാമോ? വേദി ഒരുക്കിയാൽ മറുപടി പറയാമെന്ന് ഞാൻ പറഞ്ഞുള്ള മറുപടികൾക്ക്, തിരിച്ചുള്ള ആക്രമണങ്ങൾക്ക് ഇന്ന് വരെ മറുപടി പറയാൻ അക്ബർ തയ്യാറായിട്ടില്ല. നേരെ മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അത് തികച്ചും ചരിത്രപരമാണ്, അത് ശാസ്ത്രീയമാണ്. 1-2 ദൃഷ്ടാന്തം മാത്രം പറയുന്നു. ഒരു കാലത്ത് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്നത് ഈ സൂര്യചന്ദ്ര താരാദികളെല്ലാം ദേവീദേവന്മാരെന്നാണ്. രാവിലെ എഴുന്നേറ്റാൽ സൂര്യനെയും വൈകുന്നേരമായ ചന്ദ്രനെയും നമിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവികന്മാർ. പക്ഷേ
സൂര്യചന്ദ്ര താരാദികളൊന്നും ദേവീ ദേവന്മാരല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിനും ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മോശ എഴുതി വയ്ക്കുകയുണ്ടായി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി കാറോടിച്ച് കല്ലും മണ്ണുമായി ഇവിടെ വന്നപ്പോൾ അന്ധവിശ്വാസത്തിൽ ദൈവത്തിന്റെ മരണം സംഭവിച്ചു. അന്ന് A.T. കൊവൂർ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ദൈവത്തിന്റെ മരണം. ഞങ്ങൾ മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ മരണമല്ല, അന്ധവിശ്വാസത്തിലെ ദൈവത്തിന്റെ മരണം. അതുകൊണ്ട് സൂര്യചന്ദ്ര താരാദികളൊന്നും ദേവീദേവന്മാരെന്ന് പറയുവാൻ എന്തുകൊണ്ട് ബൈബിളിന് സാധിച്ചു? ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, ദൈവവിശ്വാസീയമാണ്. ദൈവവിശ്വാസീയമായതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ അത് പറയുവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? പ്രാചീന കാലം മുതലുള്ള നീണ്ടതായ ഒരു അന്വേഷണം. ഭൂമി എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രാചീന ഈജിപ്തുകാർ പറഞ്ഞ മറുപടി ഇതാണ്: ഭൂമി നിൽക്കുന്നത് 5 തൂണുകളിൽ മേലാണ്. ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? തത്വചിന്തന്മാരുടെ തറവാടായ ഗ്രീസിലെ ആളുകൾ പറഞ്ഞത് ഭൂമി അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ജീവിയുടെ മുകളിലാണ് നിൽക്കുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ വാൽമീകി രാമായണത്തിൽ എഴുതി വെച്ചതെന്താണ്? ഭൂമി നിൽക്കുന്നത് 4 അല്ലെങ്കിൽ 8 ആനയുടെ മുകളിലാണ്. ഈ ആനകൾ അത് ചുമന്നു നിൽക്കുമ്പോൾ ക്ഷീണം തോന്നി അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കും. അങ്ങനെ ആനകൾക്ക് അല്പം ചലനമുണ്ടാകുമ്പോൾ ഭൂമിക്കും കമ്പം ഏർപ്പെടുന്നു. അങ്ങനെ ഭൂകമ്പത്തിന്റെ കാരണം നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയത് അങ്ങനെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമി എവിടെ നിൽക്കുന്നു? ഇന്നേക്ക് ഏകദേശം നമ്മൾ അറിയുന്നത് പോലെ തന്നെ 4000 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനായ ഇയ്യോബ് പുസ്തകത്തിൽ എഴുതി വെച്ചതിങ്ങനെ, ഇയ്യോബിന്റെ പുസ്തകം 27:7 അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്: ഭൂമി നാസ്തിത്വത്തിലാണ് നിൽക്കുന്നത്, നീ ഭൂമിയെ നാസ്തിത്വത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു എന്ന് ആധുനിക ശാസ്ത്രം ഏതൊരു ശൈലിയിൽ പറഞ്ഞുവോ ഇതേ ശൈലിയിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പറയുവാൻ കഴിയണമെങ്കിൽ ബൈബിൾ ദൈവവിശ്വാസ്യമാണെന്നുള്ളതിന്റെ ഉച്ചൈസ്തരമുള്ള ഉദ്ഘോഷണമാണെന്ന് മനസ്സിലാക്കണം. അവിടെ പ്രിയ സ്നേഹിതരെ, ബൈബിൾ തികച്ചും ശാസ്ത്രീയമാണ്. പിന്നെ ഭൂമിയുടെ ആകൃതിയെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് അദ്ദേഹം ഭൂമിയെ പരത്തിയിട്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ബൈബിളിന്റെ അശാസ്ത്രീയതയെ ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്ന അക്ബറിന്റെയും കൂട്ടരുടെയും മതഗ്രന്ഥമായ ഖുർആൻ പറയുന്നത് ഭൂമിയെ എങ്ങനെയാണിരിക്കുന്നത്? വിരിപ്പ് പോലെ പരത്തിയിട്ടിരിക്കുന്നു, പർവ്വതങ്ങളെ കൊണ്ട് ആണിയടിച്ചിരിക്കുന്നു. ശൂന്യതയിൽ നിൽക്കുന്ന ഭൂമിയിൽ എങ്ങനെയാണ് പർവ്വതങ്ങളെ കൊണ്ട് ആണിയടിക്കുന്നു എന്ന് ചിന്തിക്കാതെ മുഹമ്മദിനും അള്ളാഹ്ക്കും മനസ്സിലാകാത്ത കാര്യമാണ്. നേരെ മറിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും: ഈ ഭൂമി പരത്തിയിട്ടിരിക്കുന്നില്ല, ഭൂമി ഉരുണ്ടതാകുന്നു. അതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഇതാണ്: ഒരു കാലഘട്ടത്തിൽ നാം അറിയുന്ന ഗലീലിയോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞു ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതി കൊണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കട്ടുറുങ്കിൽ അടയ്ക്കുകയുണ്ടായി. ഏറ്റവും വലിയ ആക്ഷേപം ക്രൈസ്തവർ അദ്ദേഹത്തെ കട്ടുറുങ്കിൽ അടച്ചു എന്നുള്ളതാണ്. പക്ഷേ ബൈബിൾ ഒരിക്കലെങ്കിലും വായിക്കാത്ത, ബൈബിൾ വായിക്കാൻ അനുവദിക്കാത്ത, ബൈബിൾ വായിച്ചവരെ കത്തിച്ച, ബൈബിൾ തന്നെ കത്തിച്ചാരമാക്കിയ കത്തോലിക്ക മതമേലാളന്മാരാണ് ഗലീലിയെ കട്ടുറുങ്കിൽ അടച്ചത്. പക്ഷേ ഇതേ ബൈബിൾ വായിച്ചിരുന്നെങ്കിൽ ഈ തെറ്റ് അവർക്ക് പറ്റുമായിരുന്നില്ല. കാലങ്ങൾക്ക് അപ്പുറത്ത് ഏകദേശം ക്രിസ്തുവിനും 1000 വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന സോളമനും അതുപോലെ ക്രിസ്തുവിന് 500-700 വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന യെശയ്യാവും പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമി ഉരുണ്ടതാകുന്നു എന്ന്. വളരെ കൃത്യമായ ഭാഷയിലാണ് 700 ആണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി കേവലം പന്ത് പോലെ ഉരുണ്ടതല്ല, മണ്ഡലാകൃതി പൂണ്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ അതേ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായി ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ തികച്ചും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായി ബൈബിൾ അശാസ്ത്രീയമായി ഒന്നും തന്നെ ഇല്ല. 1935 അമേരിക്കയിലെ സയൻസ് റിസർച്ച് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ഹാരി റിമ്മർ 27 രാജ്യങ്ങളിൽ വിളംബരം ചെയ്യുകയുണ്ടാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന ബൈബിൾ അശാസ്ത്രീയമെന്ന് പറയുന്ന ആർക്കും $1000 ഇനാം. 1935 ഹാരി റിമ്മർ പ്രഖ്യാപിച്ച $1000 അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെയുള്ള നാസ്തിക വങ്കാചാര്യങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാളുപോലെ തൂങ്ങിക്കിടക്കവേ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ ബൈബിൾ കാലത്തിലൂടെ അതിന്റെ ജയത്രയാത്ര കൊണ്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെ പ്രിയ സ്നേഹിതരെ, ബൈബിളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് എത്രയോ അനുഗ്രഹീതമായ നിലയിൽ തന്നെ മുന്നേറുന്നതാണ്. അതുകൊണ്ട് ബൈബിൾ 1 ശാസ്ത്രീയമാണ്. 2 ബൈബിളിന്റെ ചരിത്രപരത. എന്താണ് ചരിത്രപരത എന്ന് പറയുന്നത്? ബൈബിളും ചരിത്രവും ലോകത്തിൽ ബൈബിളിന് തുല്യം ചരിത്രപരതയുള്ള മറ്റൊരു പുസ്തകം ഇന്നേവളം ഉണ്ടായിട്ടില്ല. ആധുനിക ലോകത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളല്ല ഞാൻ പരാമർശിക്കുന്നത്. നേരെ മറിച്ച് അതിപ്രാചീന കാലങ്ങൾ മുതൽ അറിയപ്പെടുന്നതായ മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുക്കൾ, വേദങ്ങൾ ഇവയെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവിടെ എവിടെയും ചരിത്രപരതയൊന്നുമില്ല. പിന്നെ ഇന്ത്യയിലെ ചില പുരാണങ്ങളിൽ
ഇവിടുത്തെ പഴയ രാജാക്കന്മാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്. എന്നാൽ നേരെ മറിച്ച് പുരാണാദികൾക്കെല്ലാം ഒരിക്കലും അത്തരത്തിലുള്ള സ്വഭാവമില്ല. ബൈബിൾ തികച്ചും ചരിത്രപരമാണ്. 2-3 ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ബൈബിളിനെ വെല്ലുവിളിച്ച ആളുകൾ സാധാരണക്കാരല്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രാചീന കാലത്തെ ഒരു രാജാവിന്റെ പേരാണ് സർഗോൺ. സർഗോൺ എന്നുള്ള രാജാവിനെ കുറിച്ച് ബൈബിൾ ഒറ്റ പരാമർശമേ ഉള്ളൂ. പ്രവാചകൻ യെശയ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് സർഗോണെ കുറിച്ച് പരാമർശിക്കുന്നത്. പക്ഷേ ഈ പരാമർശത്തെക്കുറിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിന്റെ 8-ാമത്തെ പതിപ്പിൽ പറഞ്ഞത് ഇത് ബൈബിളിൽ വെച്ച് ഏറ്റവും വലിയ പ്രമാദം എന്നാണ്. പക്ഷേ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ ഖോർസാബാദിൽ നടന്ന ഏറ്റവും വലിയ ഗവേഷണത്തിൽ നിന്ന് 1836 കണ്ടെടുത്ത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഒരു മനസ്സിലായി അസീരിയ എന്ന രാജ്യം തന്നെ നിലനിന്നു. അസീരിയൻ സാമ്രാജ്യത്തിൽ അനവധി രാജാക്കന്മാർ ജീവിച്ചു. അതിൽ ഒരു സർഗോണല്ല, സർഗോൺ 1-ാമൻ, 2-ാമൻ, 3-ാമൻ. അപ്പോൾ യെശയ്യാ പ്രവചനം 20:1 പറയുന്ന സർഗോൺ ആരാണ്? പുരാവസ്തുശാസ്ത്രം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: സർഗോൺ 3-ാമനാണ്. BC 722 മുതൽ 705 വരെ ഭരിച്ച സർഗോൺ 3-ാമനെ കുറിച്ചാണ് ബൈബിളിൽ പരാമർശിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അതിന്റെ 9-ാമത്തെ വോള്യം പ്രസിദ്ധീകരിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയത് തെറ്റാണ്, ബൈബിളിനല്ല തെറ്റ് പറ്റിയത്, എൻസൈക്ലോപീഡിയക്കാണ് തെറ്റിയത്. എൻസൈക്ലോപീഡിയക്കാരന് തെറ്റുപറ്റും, പക്ഷേ ദൈവത്തിന്റെ വചനമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന ഈ ബൈബിൾ തെറ്റുപറ്റുകയില്ല. ബൈബിൾ ദൈവവിശ്വാസിയുമായി തന്നെ എഴുതിയതുകൊണ്ട് ഈ തെറ്റുകൾ ഒരിക്കലും അതിന് സംഭവിക്കുന്നില്ല. അതുപോലെ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്, മറ്റൊരു ജനവിഭാഗമാണ് ഹിത്യർ. ഹിത്യർ എന്ന് പറയുന്ന ജനവർഗത്തെക്കുറിച്ച് ലോകത്തിലെ ഒരു ചരിത്രകാരനും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലും യോശുവയുടെ പുസ്തകം 1:4 പ്രതിപാദിച്ചിരിക്കുന്നത് ഹിത്യരെ കുറിച്ച്. പക്ഷേ അത് ചരിത്രകാരന്മാർ പറഞ്ഞു ബൈബിളിന്റെ ഏറ്റവും വലിയ തെറ്റാണെന്ന്. പക്ഷേ അത് നീണ്ട ഗവേഷണത്തിന്റെ ഫലമായി ഒരു കാര്യം മനസ്സിലായി: ഹിത്യർ ഒരു ജനവിഭാഗം മാത്രമല്ല, ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടായിരുന്നവരാണ്. 400 BC 200 വരെ നിലനിന്ന ഒരു വലിയ സാമ്രാജ്യം തന്നെ അവർക്കുണ്ടായിരുന്നു. 400 വർഷം ചരിത്രത്തിൽ നിലനിന്ന ഒരു മഹാശക്തിയാണ് ഹിത്യർ എന്ന് മനസ്സിലാകുകയുണ്ടായി. അതിന് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഹിത്യ സാമ്രാജ്യം എന്ന് പറയുന്ന അതിന്റെ ചരിത്രപരമായി പുസ്തകങ്ങൾ ലോകത്തിലെ പ്രസിദ്ധമായ എല്ലാ ലൈബ്രറികളിലും കിട്ടുന്നതാണ്. അതുകൊണ്ട് ഹിത്യ സാമ്രാജ്യ ചരിത്രം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ ബൈബിളിന് ചരിത്രപരമായി തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടമില്ലാതെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇതുപോലുള്ള എത്രയെത്ര വസ്തുതകൾ 1, 2, 3, 4 എന്ന് അക്കമിട്ട് പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ബൈബിൾ 1 ശാസ്ത്രീയമാണ്, 2 ചരിത്രപരമാണ്. പക്ഷേ അക്ബറിനെ പോലുള്ള ആളുകൾ ഇത് പറയുമ്പോൾ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി മറുപടി പറയുകയാണ്, ഖുർആന് ഇങ്ങനെയുള്ള ചരിത്രപരതയുമില്ല, ശാസ്ത്രീയതയുമില്ല എന്ന്. അതൊന്നും ഇല്ലാത്തതായ ഒരു പുസ്തകം കയ്യിൽ വെച്ച് കഴിഞ്ഞ കാലത്ത് അവിടെ ഇവിടെ കിട്ടിയ ആശയങ്ങൾ അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ കണ്ടം തുണ്ടം വസ്തുക്കൾ എഴുതി വെച്ചത് കൂട്ടിച്ചേർത്ത യാതൊരുവിധ അടുക്കയും ചിട്ടയുമില്ലാതെ കിടക്കുന്ന ഖുർആനിൽ വെച്ചുകൊണ്ടാണ് ബ്രദർ അക്ബർ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്. അക്ബർ കാര്യമായി തിരിയെങ്കിലും ബൈബിൾ ഒന്ന് പഠിക്കുകയും അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. ബൈബിളിനെ കുറിച്ച് 2 കാര്യം ഞാൻ പറഞ്ഞു. 1 ബൈബിൾ ശാസ്ത്രീയമാണ്, 2 ചരിത്രപരമാണ്, 3 ബൈബിൾ പ്രവചനപരമാണ്. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥം കൂടെയാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ നടക്കുന്ന കാര്യം ഇന്നേ പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ അനവധി ആണ്ടുകൾക്കപ്പുറം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പ്രായോഗികമാണ്. ബൈബിളിന്റെ പ്രവചനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 4 പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഞാൻ പറഞ്ഞു വിടുകയാണ്. വ്യക്തികളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുള്ളത് ബൈബിളിലെ പ്രവചനങ്ങൾ. അതെല്ലാം കൃത്യമായി പ്രത്യക്ഷത നിവൃത്തിയായിട്ടുണ്ട്. കാലത്തിന്റെ കൃത്യമായ ഒരു രേഖയിൽ വന്ന് അവയെല്ലാം നിവൃത്തിയായി എന്നുള്ളത് വളരെ സത്യസന്ധ. 4ാമത്തേതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈബിൾ പറയുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് യഹൂദ പരാമർശമാണ്. യഹൂദന്മാരുടെ ചരിത്രമാണ് ബൈബിളിന്റെ ആദ്യ ഭാഗത്ത്. അവരെ സംബന്ധിച്ച് അവരാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരാണെങ്കിലും അവർക്ക് യാതൊരു വിധമായ ആനുകൂല്യങ്ങളും നൽകാതെ വണ്ണം അവരുടെ പാപത്തെയും തെറ്റായ കാര്യങ്ങളെയും ദൈവത്തിന് എതിരായി പ്രവർത്തിച്ചതിനെയും അതുപോലെ തന്നെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ബൈബിൾ. അതുകൊണ്ട് യഹൂദനാണ് പുസ്തകത്തിന്റെ എഴുത്തുകാരെങ്കിലും അതിനെ അവർക്ക് എതിരെ വിമർശിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് മനസ്സിലാക്കണം. ഈ ബൈബിളിൽ തന്നെ യഹൂദന്മാരുടെ ഉത്ഭവം പറഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ യഹൂദ ജനതയെ കുറിച്ച് പറഞ്ഞു. ഈ പുസ്തകത്തിൽ തന്നെ അതിൽ പറയുന്നതായ ആവർത്തന പുസ്തകം എന്ന ഭാഗത്ത് അതിന് 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 1 മുതൽ 12 വരെ വാക്യങ്ങളിൽ നീ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചാൽ ദൈവം നിന്നെ ഇങ്ങനെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു.
പക്ഷേ 13 മുതൽ 68 വരെയുള്ള സൂക്തങ്ങളിൽ ദൈവകൽപ്പന നിരസിച്ചാൽ ഇങ്ങനെയുള്ള ശിക്ഷ അവർക്ക് വരുമെന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം പ്രത്യക്ഷരമായി ചരിത്രത്തിൽ നിവൃത്തിയായി കാലത്തിൽ ജീവിക്കാൻ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന രേഖകളായി വിരാജിക്കുന്നതാണ്. അതുകൊണ്ട് ബൈബിളിന് ചരിത്രപരമായി തെറ്റുപറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ചരിത്രപരമായി പ്രവചനപരമായി ഇത്രയേറെ സത്യസന്ധമായി മറ്റൊരു പുസ്തകമില്ല. 1000 ആണ്ടുകൾക്ക് അപ്പുറം വരുന്ന പറഞ്ഞ വാക്യങ്ങളെല്ലാം സമയത്തിന്റെ ഒരു കൃത്യമായ ബിന്ദുവിൽ ഏകീകൃതമായി തീരുക അസംഭവ്യം. ഈ അസംഭവ്യതയുടെ സംഭവ്യതയാണ് ബൈബിളിനെ ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. അതുമൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞാൽ ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. അത് എത്രയോ രാജാക്കന്മാരെ കുറിച്ച് പ്രവചിച്ചു. രാജാക്കന്മാരും രാജ്യങ്ങളും അത്തിച്ച കോടയിൽ നിലനിന്ന കാലത്ത്, സാമ്പത്തികമായി സൈനികമായി ശാക്തികമായി അത്തിച്ച കോടയിൽ നിന്ന കാലത്താണ് അവയുടെ പതനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞു വെച്ചത്. അവയെല്ലാം തന്നെ കൃത്യമായി നടന്നിട്ടുണ്ട്. ഇസ്രായേലിലെ പ്രവാചകന്മാർ പറഞ്ഞു